ഭക്ഷ്യവിതരണം നടക്കുന്ന ഗസയിലെ UN ഗോഡൌണിലെ തിക്കിലും തിരക്കിലും അക്രമത്തിലും 4 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിവാദം കത്തിപ്പടരുകയാണ്. ജനക്കൂട്ടത്തിനിടയിൽ വെടിവെപ്പ് ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 പേർ തിക്കിലും തിരക്കിലും 2 പേർ വെടിയേറ്റുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹമാസിനെ ഒഴിവാക്കി ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിലൂടെ ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി നടത്തുന്ന മാനുഷിക സഹായ വിതരണത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. മധ്യ ഗാസയിലെ ദേർ അൽ ബലാഹിയിലെ ഒരു UN ഗോഡൌണിലേക്കാണ് ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ ഇരച്ചു കയറിയത്. ഭക്ഷണത്തിനായി കാത്തുനിന്ന ജനക്കൂട്ടം അക്രമത്തിലേക്ക് തിരിയുകയും 4 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. സംഭവത്തെ ചുറ്റിപ്പറ്റി വെടിവെപ്പ് നടന്നതിനെക്കുറിച്ചും അതിന്റെ ഉത്തരവാദിത്വം ആരെന്നതിനെക്കുറിച്ചും ശക്തമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുകയാണ്. 2 പേർ കൊല്ലപ്പെട്ടത് തിക്കിലും തിരക്കിലും പെട്ടും 2 പേർ വെടിയേറ്റുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രയേലും US-ഉം GHF എന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിലൂടെ നടത്തുന്ന മാനുഷിക സഹായ വിതരണം തടസ്സപ്പെടുത്താൻ ഹമാസ് ശ്രമിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ ദുരന്തമാണ് ഉണ്ടായതെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ജനക്കൂട്ടം ഗോഡൌണിലേക്ക് കയറുകയും ഭക്ഷ്യവസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നതും കാണാൻ സാധിക്കും. പിന്നിൽ വെടിയൊച്ചകളും കേൾക്കാൻ കഴിയും. ഗാസയിലെ സാധാരണക്കാർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇസ്രായേലും US-ഉം GHF വഴി ആളുകൾക്ക് സഹായം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിനെതിരെ ഹമാസ് രംഗത്ത് വരികയും ചെയ്തു. UN-ഉം ഇതുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. GHF പദ്ധതികൾ അന്താരാഷ്ട്ര മാനുഷിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് UN വക്താവ് സ്റ്റെഫൻ ഡുജാറിക് പറഞ്ഞത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.